നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വനം, ഭൂമി, മലയോര പ്രദേശങ്ങളിലെ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് പട്ടയം നൽകുവാനുള്ള നടപടികൾക്ക് തുടക്കമായതായി റവന്യൂ മന്ത്രി കെ രാജൻ. തയ്യൂർ കിരാലൂർ ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ മന്ത്രി നിർവഹിച്ചു. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വീഡിയോ ചിത്രീകരിച്ചെന്ന പരാതിയിൽ ചിത്രകാരി ജസ്ന സലീമിനും മറ്റൊരു വ്ളോഗർക്കുമെതിരെ ടെമ്പിൾ പോലീസ് കേസെടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന്റെ പരാതിയിലാണ് നടപടി. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരിയായ മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസ്. മുംബൈയിൽ നിന്നും അറസ്റ്റിലായ പ്രതി പ്രഗിലേഷിനെ ഗുരുവായൂരിൽ എത്തിച്ചു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതി വിവേകിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ്. എരുമപ്പെട്ടി മങ്ങാട് ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. 47 ദിവസം പ്രായമുള്ള കുഞ്ഞടക്കം 6 പേർക്ക് പരിക്കേറ്റു. വിശദമായ വാർത്തയിലേക്ക്. വനം, ഭൂമി, മലയോര പ്രദേശങ്ങളിലെ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് പട്ടയം നൽകുവാനുള്ള നടപടികൾക്ക് തുടക്കമായതായി റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. MLA AC മൊയ്തീന്റെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ ചെലവഴിച്ച് പണിയുന്ന വേലൂർ, തയ്യൂർ, കിരാലൂർ ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 1977 ശേഷം വനഭൂമി കൈവശമുള്ള അപേക്ഷകർക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞിട്ടില്ല. റവന്യൂ വകുപ്പും ഫോറസ്റ്റ് വകുപ്പും സംയുക്തമായിട്ടുള്ള ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താൻ കഴിയാത്തതാണ് ഇതിന് കാരണം. സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷ പ്രകാരം കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ജോയിന്റ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾക്ക് നാളെ പീച്ചിയിൽ തുടക്കം കുറിക്കും. 6723 കുടുംബങ്ങൾക്ക് സർക്കാർ ഇതുവരെ പട്ടയം നൽകിയിട്ടുണ്ടെന്നും ഭൂമിയുടെ എല്ലാ രേഖകളും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ഭൂവുടമകൾക്കും സ്മാർട്ട് കാർഡ് നൽകുന്നതിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വനത്തിന്റെ പതിവ് കേന്ദ്രത്തിന്റെ ചുമതലയാണെങ്കിലും അതിൽ പുതിയ ഒരു തലത്തിലുള്ള ഇടപെടലിലൂടെ പട്ടയ വിതരണത്തിന് കഴിഞ്ഞ 10-30 വർഷക്കാലമായി നിലനിന്നിരുന്ന ഒരു സ്റ്റാഗ്നേഷൻ അഥവാ മരവിപ്പ് മാറ്റിയെടുത്ത് എൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ തൃശ്ശൂർ ജില്ലയിലെ വനഭൂമി മേഖലയിലെ പട്ടയ വിതരണത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ അന്ന് പ്രിയപ്പെട്ട മന്ത്രി AC മൊയ്തീൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് ഞങ്ങളുടെ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടത്. ഞങ്ങളതിൻ്റെ തുടർച്ച നല്ലതുപോലെ നടത്തി. ഇപ്പോൾ AC നാളെ നമ്മളൊരു ചരിത്ര വഴിക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. AC മൊയ്തീൻ MLA ചടങ്ങിന് അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, കുന്നംകുളം തഹസീൽദാർ OB ഹേമ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, ബ്ലോക്ക് മെമ്പർ സപ്ന റഷീദ്, വാർഡ് മെമ്പർ ശുഭ അനിൽകുമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പ്രേംരാജ് ചൂണ്ടലാത്ത്, അബിൽ ബേബി, PK സുരേഷ് കുമാർ, AL ബേബി, ജോസ് നീലങ്കാവിൽ, അശോകൻ മമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് ദേശീയപാത തിരുവത്ര കോട്ടപ്പുറത്ത് ബൈക്കിൽ മിനിലോറി ഇടിച്ച് അപകടം. ബൈക്ക് യാത്രികന് പരിക്ക്. വടക്കാഞ്ചേരി പുലിപ്പറമ്പിൽ 18 വയസ്സുള്ള സലാഹുള്ളയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 10:15 സംഭവം. എതിർ ദിശയിൽ നിന്നും വരികയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റയാളെ കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ എലൈറ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വീഡിയോ ചിത്രീകരിച്ചെന്ന പരാതിയിൽ ചിത്രകാരി ജസ്ന സലീമിനും മറ്റൊരു വ്ളോഗർക്കുമെതിരെ ടെമ്പിൾ പോലീസ് കേസെടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന്റെ പരാതിയിലാണ് നടപടി. കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധിക്കപ്പെട്ട ചിത്രകാരിയാണ് ജസ്ന. കഴിഞ്ഞ 5-നാണ് ജസ്നയുടെ സാമൂഹ്യമാധ്യമ അക്കൗണ്ടുകളിലൂടെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. കിഴക്കേ നടപ്പുരയ്ക്ക് സമീപവും മഞ്ജുളാലിന് സമീപവുമാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. ക്ഷേത്രവും നടപ്പുരയും കാണുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ചുവെന്നാണ് പരാതി. കേസെടുത്ത ശേഷം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ACP C പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു. പടിഞ്ഞാറേ നടയിലാണ് മറ്റൊരു വ്ളോഗർ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശിനിയായ ജസ്നയ്ക്കെതിരെ നേരത്തെയും ടെമ്പിൾ പോലീസ് കേസെടുത്തിരുന്നു. കിഴക്കേ നടയിൽ ഈ ഭണ്ഡാരത്തിന് മുകളിലുള്ള കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്ന പരാതിയിലാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം ടെമ്പിൾ പോലീസ് കേസെടുത്തിരുന്നത്. ഇവർ നേരത്തെ ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചതും ക്ഷേത്രത്തിലെത്തിയ മറ്റ് ഭക്തരുമായി തർക്കത്തിലേർപ്പെട്ടതും വിവാദമായിരുന്നു.
ഈ സംഭവം ഹൈക്കോടതിയിൽ എത്തിയതിനെ തുടർന്നാണ് ക്ഷേത്ര നടപ്പന്തലിൽ വീഡിയോ ചിത്രീകരണത്തിന് നിരോധനം ഏർപ്പെടുത്തിയത്. RSS മുൻ കാര്യവാഹകും മുല്ലശ്ശേരി പഞ്ചായത്ത് അംഗവുമായ NS സജിത്ത് CPM-ൽ ചേർന്നു. ശനിയാഴ്ച രാവിലെ മണലൂർ ഏരിയ കമ്മിറ്റി ഓഫീസായ കൃഷ്ണപിള്ള ഭവനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ സജിത്തിനെ ഹാരാർപ്പണം നടത്തി. പതാക കൈമാറി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ, CITU ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ, മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഗീത ഭരതൻ, കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ സെക്രട്ടറി AK ഹുസൈൻ, ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, ലോക്കൽ സെക്രട്ടറി PK പ്രസാദ്, മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 5 വർഷം മുൻപ് വരെ ഞാൻ RSSന്റെ ഇവിടുത്തെ മണ്ഡൽ കാര്യവാഹ് തുടങ്ങിയ നിരവധി ചുമതലകൾ വഹിച്ചേർന്ന ഒരാളായിരുന്നു. പിന്നീട് സ്വതന്ത്ര നിലപാടുമായി മുന്നോട്ട് വന്ന് ഇവിടെ 5 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്നു. 5 വർഷക്കാലം കഴിയുന്നതിന് മുന്നേ ഒരു കൃത്യമായ കാര്യം എനിക്ക് കൃത്യമായി മനസ്സിലായത്, മതരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇന്ന് ഈ രാജ്യത്ത് ആധുനിക സമൂഹത്തിൽ യാതൊരു തരത്തിലുള്ള പ്രസക്തിയുമില്ല എന്ന തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് CPM-ന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരിയായ മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി പ്രഗിലേഷിനെ ഗുരുവായൂരിൽ എത്തിച്ചു. കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതി ദിവേഗിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ഒളിവിൽ പോയ പ്രഗിലേഷിനെ മുംബൈയിലെ പാൽഘർ ജില്ലയിൽ നിന്നാണ് പിടികൂടിയത്. ഇന്ന് ഗുരുവായൂരിലെത്തിച്ച പ്രതിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സീനിയർ CPO VL സതീഷ് കുമാർ, ASI K ഷാജൻ, K കൃഷ്ണപ്രസാദ് എന്നിവർ ചേർന്നാണ് മുംബൈയിൽ നിന്നും പ്രതിയെ കണ്ടെത്തിയത്. ഒരാഴ്ചത്തെ പരിശ്രമം കൊണ്ടാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചതെന്ന് അന്വേഷണ സംഘത്തിലുണ്ടായവർ പറഞ്ഞു. ഒക്ടോബർ 10-നാണ് വ്യാപാരിയായ മുസ്തഫയെ കർണംകോട്ട് ബസാറിലെ വാടക വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലിശക്കാരുടെ ഭീഷണി മൂലമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന കുറിപ്പും ഉണ്ടായിരുന്നു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പ്രഗിലേഷ്, ദിവേക് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇരുവരുടെയും വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നുവെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല. പ്രഗിലേഷിന്റെ വീട് അടഞ്ഞുകിടന്നിരുന്നതിനാൽ കോടതിയുടെ അനുമതി വാങ്ങി പൂട്ടു തകർത്താണ് റെയ്ഡ് നടത്തിയത്. പ്രഗിലേഷും ദിവേഗും മുസ്തഫയെ വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിച്ചതായും പരാതിയുണ്ടായിരുന്നു. 6 ലക്ഷം കടമെടുത്തതിന് 40 ലക്ഷത്തോളം തിരിച്ചടച്ചുവെന്നും ഭൂമി എഴുതി വാങ്ങിയെന്നും മുസ്തഫ കത്തെഴുതി വച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രഗിലേഷിനെ 1-ാം പ്രതിയാക്കി ടെമ്പിൾ പോലീസ് കേസെടുത്തതോടെ പ്രഗിലേഷും കുടുംബവും ഒളിവിൽ പോവുകയായിരുന്നു. മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്ത ശേഷം ഇവർ കാറിൽ കറങ്ങുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഇത് വ്യക്തമാക്കുകയായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് മുംബൈയിലെത്തിയപ്പോൾ പിന്തുടർന്നെത്തിയ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി മുംബൈയിലെ കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് നാട്ടിലെത്തിച്ചത്. വ്യാപാരിയായ മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിൽ ഒളിവിൽ പോയ പ്രതിയെ പിടികൂടിയ അന്വേഷണ സംഘത്തിന് ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ SHO G അജയ് കുമാറിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. സീനിയർ CPO VL സതീഷ് കുമാർ, ASI K ഷാജൻ, K കൃഷ്ണപ്രസാദ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നവർ. കേസിൽ പ്രതിയായ പ്രഗിലേഷ് മുംബൈയിലുണ്ട് എന്ന വിവരത്തെ തുടർന്ന് അന്വേഷണ സംഘം അങ്ങോട്ട് തിരിക്കുകയായിരുന്നു. ഒരാഴ്ചത്തെ പരിശ്രമത്തിനൊടുവിൽ മുംബൈയിലെ പാൽഘർ എന്ന ജില്ലയിൽ നിന്നാണ് പ്രതിയെ തന്ത്രപൂർവ്വം പിടികൂടിയത്. ചാവക്കാട് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മമിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി. നവംബർ 4 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ എടക്കഴിയൂർ CD സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കലോത്സവം നടന്നത്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 4 ദിവസങ്ങളായി 550 പോയിന്റ് നേടിയാണ് LF സ്കൂൾ ചാമ്പ്യൻ പട്ടം നേടിയത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ 2-ാം സ്ഥാനവും ചാവക്കാട് MRRM ഹയർ സെക്കൻഡറി സ്കൂൾ 3-ാം സ്ഥാനവും നേടി. സബ് കളക്ടർ അഖിൽ വി മേനോൻ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷനായി. NK അക്ബർ MLA മുഖ്യാതിഥിയായി.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, മറ്റ് ജനപ്രതിനിധികളായ റഹീം വീട്ടിപ്പറമ്പിൽ, VM മുഹമ്മദ് ഗസാലി, സുഹറ ബക്കർ, KA വിശ്വനാഥൻ, ഷമീം അഷ്റഫ്, AK വിജയൻ, AC ബാലകൃഷ്ണൻ, RP ബഷീർ, DEO T രാധ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്കൃത കലോത്സവത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളാണ് ചാമ്പ്യന്മാർ. ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ സ്കൂൾ 2ാം സ്ഥാനം നേടി. അറബി കലോത്സവത്തിൽ മണത്തല ഗവൺമെന്റ് ഹൈസ്കൂളും വടക്കേകാട് ICA ഹയർ സെക്കൻഡറി സ്കൂളും ഒരേ പോയിന്റോടെ 1ാം സ്ഥാനം പങ്കിട്ടു. തൊഴിയൂർ റഹ്മത്ത് ഇംഗ്ലീഷ് ഹൈസ്കൂൾ 2ാം സ്ഥാനം നേടി. ഹൈസ്കൂൾ ഓവറോൾ ട്രോഫി ഗുരുവായൂർ ശ്രീകൃഷ്ണ HSS നേടി. തിരുവാളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനക്കാരായി. UP വിഭാഗത്തിൽ സെന്റ് ഫ്രാൻസിസ് UP സ്കൂൾ വയലത്തൂർ, തിരുവത്ര കുമാർ UPS എന്നിവർ യഥാക്രമം 1-2 സ്ഥാനങ്ങളിലെത്തി. തിരുവത്ര കുമാർ AUP സ്കൂൾ LP വിഭാഗം ഓവറോൾ ചാമ്പ്യന്മാരായപ്പോൾ പാലുവായി സെന്റ് ആന്റണീസ് UPS 2ാം സ്ഥാനത്തെത്തി. കാട്ടകമ്പൽ പഞ്ചായത്ത് 4 ലക്ഷം രൂപ ചെലവഴിച്ച് സ്രായിക്കടവിൽ നിർമ്മിക്കുന്ന വയോജന പാർക്കിന്റെ ആദ്യഘട്ട പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നടത്തി. വയോജനങ്ങളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിനായി നിർമ്മിക്കുന്ന പാർക്കിൽ മഴയും വെയിലും ഏൽക്കാതെ സ്രായിക്കടവിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാവുന്ന വിധത്തിലാണ് പാർക്ക് നിർമ്മിക്കുന്നത്. 2ാം ഘട്ടത്തിൽ ഓപ്പൺ ജിം അടക്കമുള്ള സംവിധാനങ്ങളും പാർക്കിൽ ഒരുക്കും. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ നിർവഹിച്ചു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TS മണികണ്ഠൻ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷീജ സുഗതൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബിന്ദു മനോഹരൻ, മിന്റോ റെനി, മെമ്പർമാരായ MS മണികണ്ഠൻ, യദുകൃഷ്ണൻ, ഖദീജ ഹസൻ, MK സുധീർ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം. 47 ദിവസം പ്രായമുള്ള കുഞ്ഞടക്കം 6 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവറായ വെട്ടിക്കാട്ടിരി പടിക്കാട്ട് പറമ്പിൽ 55 വയസ്സുള്ള ഹുസൈൻ, യാത്രക്കാരായ പാറയിൽ വീട്ടിൽ 39 വയസ്സുള്ള സുഹറ, 18 വയസ്സുള്ള ഫായിസ, 23 വയസ്സുള്ള ഷാഫിയ, ഷാഫിയയുടെ മക്കളായ 2 വയസ്സുള്ള മുഹമ്മദ്, 47 ദിവസം പ്രായമുള്ള കുഞ്ഞ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് വൈകിട്ട് 4 മണിയോടെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ മങ്ങാട് ക്ഷീരസംഘം റോഡിന് സമീപമാണ് അപകടമുണ്ടായത്. വെട്ടിക്കാട്ടിരിയിൽ നിന്നും പന്നിത്തടം അല്ലമീൻ ആശുപത്രിയിലേക്ക് പോകുകയായിരുന്നു ഓട്ടോറിക്ഷയിലെ യാത്രക്കാർ. എതിരെ വന്നിരുന്ന പിക്കപ്പ് വാനുമായി ഓട്ടോറിക്ഷ കൂട്ടിയിടിച്ചാണ് അപകടം. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന കൈക്കുഞ്ഞ് റോഡരികിലെ കാനയിലേക്ക് തെറിച്ചു വീണു. മറിഞ്ഞുവീണ വാഹനത്തിന്റെ ഉള്ളിൽ കുടുങ്ങിയ യാത്രക്കാരെ നാട്ടുകാരും മറ്റു വാഹനയാത്രക്കാരും ചേർന്ന് പുറത്തെടുക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർക്കും യാത്രക്കാർക്കും തലയിലും മുഖത്തും കാലിലുമാണ് പരിക്കു പറ്റിയിട്ടുള്ളത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ കോടതി വിളക്ക് തെളിഞ്ഞു. ചുറ്റുവിളക്ക് തെളിയിക്കാൻ ഹൈക്കോടതി ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവരുടെ നീണ്ട നിരയായിരുന്നു. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് ചാവക്കാട് സബ് കോടതി വക വിളക്കാഘോഷം. സമ്പൂർണ്ണ നെയ്വിളക്കായാണ് കോടതി വിളക്കാഘോഷിച്ചത്. കാഴ്ചശിവേലിക്ക് രാവിലെ പെരുവനം കുട്ടന്മാരാരുടെയും ഉച്ചതിരിഞ്ഞ് കക്കാട് രാജപ്പന്മാരാരുടെ നേതൃത്വത്തിലും മേളം അകമ്പടിയായി. കിഴക്കേ നടപ്പുരയിൽ കക്കാട് രാജപ്പന്മാരാരുടെ പാണ്ടിമേളവും ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് ചെറുതാഴം വിഷ്ണുരാജ്, കക്കാട് അതുൽ K മാരാർ എന്നിവരുടെ ഡബിൾ തായമ്പകയും അരങ്ങേറി. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികൾ അരങ്ങേറി. വൈകിട്ട് നടന്ന നന്ദഗോവിന്ദം ഭജൻസിന് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. മേൽപ്പുത്തൂർ ഓഡിറ്റോറിയവും ക്ഷേത്ര പരിസരവും ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു. വിളക്കാഘോഷത്തിന്റെ 9ാം ദിവസമായ നാളെ SBI വക ചുറ്റുവിളക്കാണ്. അമ്മയ്ക്കോരും മതി കൊണ്ടുവായോ പിഴിത്തീരോ മുടി മാടിത്തരാമുണ്ണി ഓടൽ കൂടരുതി പാടിത്തായോ ആലോലം ആലോലം താരാട്ടാനാമുണ്ണി ആനന്ദ ശ്രീകൃഷ്ണ ഓടിവായോ ആലോലം താരോലം ആനന്ദ ശ്രീ
കുന്നംകുളം പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം നടന്നു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അജ്മൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ട്രഷറർ മുകേഷ് കൊങ്ങണൂർ വരവ് ചെലവ് കണക്കുകളും PS ടോണി ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. തുടർന്ന് റിപ്പോർട്ടിന്മേൽ ചർച്ച നടന്നു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ജിജോ തരകൻ, സെക്രട്ടറി അജ്മൽ ചമ്മനൂർ, ട്രഷറർ PS ടോണി, വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര, ജോയിന്റ് സെക്രട്ടറി അഖിൽ രാമപുരം, നിർവാഹക സമിതി അംഗങ്ങളായി സുധീഷ് മേക്കാട്ടിൽ, ജോസ് മാളിയേക്കൽ, ഓഡിറ്ററായി രവീന്ദ്രനാഥ് കുന്നത്ത് എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജിജോ തരകൻ നന്ദി പറഞ്ഞു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാള വിഭാഗം 1ാം വർഷ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ലിഖിത് എന്ന കയ്യെഴുത്തു മാസികയുടെ പ്രകാശനം നടന്നു. മലയാള വിഭാഗത്തിലെ കോവിലൻ സ്മാരക സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS ബിജോയ്, മലയാള വിഭാഗം അധ്യക്ഷയായ ഡോക്ടർ AM റീനയ്ക്ക് നൽകിക്കൊണ്ടാണ് ലിഖിതം കയ്യെഴുത്തു മാസികയുടെ പ്രകാശനം നിർവഹിച്ചത്. വിദ്യാർത്ഥികളുടെ സർഗാത്മക രചനകൾക്കൊപ്പം വരകളും ചേർത്തുകൊണ്ടാണ് കയ്യെഴുത്തു മാസിക തയ്യാറാക്കിയത്. IQAC കോർഡിനേറ്റർ ഡോക്ടർ TD ശ്രീജ, വിദ്യാർത്ഥി കോർഡിനേറ്ററായ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി M അനിൽകുമാർ, വിദ്യാർത്ഥികളായ മീനാക്ഷിക്കുട്ടി, ആഷ്ലിൻ എന്നിവർ സംസാരിച്ചു. മലയാള വിഭാഗം അധ്യാപകനും കവിയുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, 1ാം വർഷ വിദ്യാർത്ഥിനി അനഘ എന്നിവർ സ്വന്തം കവിതകൾ അവതരിപ്പിച്ചു. മലയാള വിഭാഗത്തിന് പുറമെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ അധ്യാപകരും പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു. നാട്ടുകാരുടെയും കർഷകരുടെയും ഏറെ നാളത്തെ പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ കടവല്ലൂർ പാടത്ത് വീണ്ടും നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. സംസ്ഥാന പാതയിലെ തൃശൂർ മലപ്പുറം ജില്ലാതിർത്തിയായ കടവല്ലൂർ പാടത്താണ് കടവല്ലൂർ പഞ്ചായത്ത് മുൻകൈയെടുത്ത് 3 ലക്ഷം രൂപ ചെലവഴിച്ച് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. മുൻപും ഇവിടെ ക്യാമറ സ്ഥാപിച്ചിരുന്നെങ്കിലും വാഹനമിടിച്ച് തകർന്നതിനെ തുടർന്ന് നീക്കം ചെയ്യുകയായിരുന്നു. പാതയുടെ ഇരുവശങ്ങളിലും രാത്രിയുടെ മറവിൽ സെപ്റ്റി ടാങ്ക് മാലിന്യം ഉൾപ്പെടെയുള്ളവ തള്ളുന്നത് സ്ഥിരമായിരുന്നു. വെള്ളം കെട്ടി നിൽക്കുന്ന തോട്ടിലേക്കും കൃഷിയിടങ്ങളിലേക്കും ടാങ്കർ ലോറികളിലെത്തി രാത്രിയുടെ മറവിലാണ് മാലിന്യങ്ങൾ തള്ളിയിരുന്നത്. ഇത് കർഷകരെയും പ്രദേശവാസികളെയും ഏറെ ദുരിതത്തിലാക്കിയിരുന്നു. കർഷകർ പഞ്ചായത്തിനും കളക്ടർക്കും പരാതി നൽകിയിരുന്നു. പരാതിയെ തുടർന്ന് കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യം തള്ളുന്ന വാഹനം കണ്ടെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു. നവീകരിച്ച കടപ്പുറം ഒരുമനയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലംകടവ് നടപ്പാലം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30.66 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പാലം നവീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി, ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, കടപ്പുറം ഒരുമനയൂർ പഞ്ചായത്ത് മെമ്പർമാർ, അഡീഷണൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MV സീത, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ജിഷകുമാർ, TM ഉണ്ണികൃഷ്ണൻ, ഓവർസിയർ KP ബിൻഷ, ഹംസ അറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അങ്കണവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് നഗരസഭ പദ്ധതി വിഹിതവും നാട്ടുകാർ പിരിച്ചെടുത്ത തുകയും കൊണ്ട് സ്ഥലം വാങ്ങി മാതൃക അങ്കണവാടി പണിയാൻ നഗരസഭ. കുന്നംകുളം നഗരസഭ നിലവിലെ 3ാം വാർഡ് കീഴൂർ നോർത്തിലെ തിരുത്തിക്കാട് പുതിയ അങ്കണവാടി കെട്ടിടം പണിയുന്നതിനാണ് നാട്ടുകാരും നഗരസഭയും ചേർന്ന് 4 സെന്റ് സ്ഥലം സ്വകാര്യ വ്യക്തിയിൽ നിന്നും വാങ്ങിയത്. നഗരസഭ 3.57 ലക്ഷം രൂപ പദ്ധതി വിഹിതമായും ബാക്കി തുക നാട്ടുകാരിൽ നിന്നും പിരിച്ചെടുത്തുമാണ് അങ്കണവാടിക്ക് സ്ഥലം വാങ്ങിയത്. AC മൊയ്തീൻ MLAയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് 25 ലക്ഷം രൂപ പുതിയ അങ്കണവാടി കെട്ടിടം പണിയുന്നതിന് അനുവദിച്ചു നൽകിയതോടെ എല്ലാ സൗകര്യങ്ങളോടെയുമുള്ള ആധുനിക അങ്കണവാടിയാണ് ഇവിടെ നിർമ്മിക്കുക. ഇതോടെ കുരുന്നുകളുടെ പഠനവും ഉല്ലാസവും മികവുറ്റ രീതിയിലേക്ക് മാറ്റാനാണ് നഗരസഭയുടെയും നാട്ടുകാരുടെയും ശ്രമം. നഗരസഭയിലെത്തി ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വാർഡ് കൌൺസിലറും വൈസ് ചെയർപേഴ്സണുമായ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, സെക്രട്ടറി തുടങ്ങിയവർക്ക് സ്ഥലത്തിന്റെ ആധാരം ബന്ധപ്പെട്ടവർ കൈമാറി. ഭൂമി ലഭിച്ചതോടെ അങ്കണവാടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി വേഗത്തിൽ ആരംഭിക്കുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. സ്ഥലമില്ലാതിരുന്നതിനാൽ അങ്കണവാടി പണിയുന്നതിന് തടസ്സമുണ്ടായിരുന്നു. നഗരസഭയിലെ 77 നമ്പർ അങ്കണവാടിയാണ് തിരുത്തിക്കാടുള്ള അങ്കണവാടി. ആധാരം ഏറ്റുവാങ്ങുന്ന ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൌൺസിലർമാർ, സെക്രട്ടറി KK മനോജ്, AXC ബിനയ് ബോസ്, മുൻ ചെയർമാൻ PG ജയപ്രകാശ്, മുൻ കൌൺസിലർ KA അസീസ്, രാജേഷ് കടങ്ങോട്, അങ്കണവാടി വർക്കർ വത്സല തുടങ്ങിയവർ പങ്കെടുത്തു.
ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന് ലോഗോ ഡിസൈൻ ചെയ്ത ശിവഗംഗനാഥനെ ആദരിച്ചു. സിദി സാഹിബ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ MLA NK അക്ബർ ഉപഹാരം സമ്മാനിച്ചു. AEO VB സിന്ധു, പ്രിൻസിപ്പാൾ V സജിത്ത്, പഞ്ചായത്ത് മെമ്പർ അസീസ് മന്ദലാങ്കുന്ന്, അധ്യാപകരായ EM നജീബ്, VM ഡെന്നി, CJ റെയ്മണ്ട്, VK ഫൈസൽ, TM മുബാറക്, ഡിക്സൺ V ചെറുവത്തൂർ, PM സിജോ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം പ്രദേശത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമായ ചരിത്ര ശേഷിപ്പുകൾ കണ്ടെത്തി അവയെ സംരക്ഷിച്ച് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബ് മാതൃകയായി. തൃശൂർ ജില്ലാ സോഷ്യൽ സയൻസ് ടീച്ചേഴ്സ് ഫോറം മുസരിസ് പൈതൃക പദ്ധതിയുടെ പങ്കാളിത്തത്തോടെ ജില്ലയിൽ നടത്തിവരുന്ന ചരിത്ര ശേഷിപ്പുകൾ തേടി എന്ന പരിപാടിയിൽ കുന്നംകുളത്തെ സംരക്ഷിക്കപ്പെടാതെ വർഷങ്ങളായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ചരിത്ര ശേഷിപ്പുകളാണ് ക്ലബ് അംഗങ്ങളുടെ പ്രയത്നഫലമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പുനരുജ്ജീവിപ്പിച്ച ചുമടുതാങ്ങി സ്മാരകം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നാടിന് സമർപ്പിച്ചു. പൈതൃകങ്ങൾ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്നും അതിന് മുന്നിട്ടിറങ്ങിയ സോഷ്യൽ സയൻസ് ക്ലബ് അംഗങ്ങൾ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ PK ഷബീർ, സ്കൂൾ PTA പ്രസിഡന്റ് TA പ്രേമരാജൻ, പ്രധാന അധ്യാപിക KK മഞ്ജുള, കുന്നംകുളം മുനിസിപ്പൽ ഹിസ്റ്ററി ഫോറം കൺവീനർ കിഷോർലാൽ കക്കാട്, സോഷ്യൽ സയൻസ് ക്ലബ് കൺവീനർ TG ഷീബ എന്നിവർ സംസാരിച്ചു. നഗരസഭാ അധികൃതർ ക്ലബിന്റെ പ്രവർത്തനത്തെ അഭിനന്ദിച്ചു. നഗരസഭാ സെക്രട്ടറി KK മനോജിന്റെ ശ്രമഫലമായി ചുമടുതാങ്ങിയെക്കുറിച്ച് ഒരു വിവര ഫലകം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ചാവക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി VN വാസവൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷനായി. മുൻ ബാങ്ക് പ്രസിഡന്റും മുതിർന്ന CPIM നേതാവുമായ ബേബി ജോൺ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്, ബാങ്ക് പ്രസിഡന്റ് മാലിക്കുളം അബ്ബാസ്, ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ PR വാസു, മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ AH അക്ബർ, NS അനിൽ, ബാങ്ക് ഡയറക്ടർ PS അശോകൻ, ബാങ്ക് സെക്രട്ടറി P നാരായണൻ, AA മഹേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അഖില ലോക YMCA പ്രാർത്ഥനാ വാരാചരണത്തോടനുബന്ധിച്ച് കുന്നംകുളം YMCA നേതൃത്വത്തിലുള്ള പ്രാർത്ഥനായോഗം നവംബർ 11 YMCA ഓഡിറ്റോറിയത്തിൽ നടത്തും. ജൂബിലി പ്രാർത്ഥനയുടെ പ്രവർത്തനത്തിലെ 150 വർഷങ്ങൾ എന്നതാണ് ചിന്താവിഷയം. 11-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 6:30 ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ക്രാരിയേലി സെന്റ് മേരീസ് യാക്കോബായ പള്ളി വികാരി ജിനോ ജോസ് കരിപ്പക്കാടൻ സന്ദേശം നൽകും. YMCA കൊയർ നേതൃത്വത്തിൽ ഗാന ശുശ്രൂഷയും നടക്കും. നാടക ക്യാമ്പിലെ കുട്ടികൾക്ക് ലഹരിക്കെതിരെ പോരാടാൻ ഫിഷും അക്വേറിയവും സമ്മാനിച്ച് അധ്യാപകൻ. ജില്ലാ കലോത്സവങ്ങളിൽ നാടകം പോലെയുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നവരെ പരിശീലിപ്പിക്കുന്നതിനായി സംഘടിപ്പിച്ച നാടക ക്യാമ്പിലെ കുട്ടികൾക്കാണ് ഫൈറ്റർ വിഭാഗത്തിലുള്ള ഫിഷും അക്വേറിയവും സമ്മാനിച്ചത്. പുതുതലമുറയിലെ കുട്ടികളെ ലഹരിക്കെതിരെ പോരാടാൻ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഫൈറ്റർ വിഭാഗത്തിലുള്ള മത്സ്യവും അക്വേറിയവും സമ്മാനിച്ച് മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജു രംഗത്തെത്തിയത്. നമ്പഴിക്കാട് സജീഷിന്റെ ചായക്കടയുടെ മുകളിൽ നടക്കുന്ന നാടക ക്യാമ്പ് കലാകാരനും വേലൂർ ജീവജ്വാല അക്കാദമി ഡയറക്ടറുമായ ബിഞ്ചു ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നാടക സംവിധായകരായ നവീൻ പൈനിത്തടം, അനീഷ് ആളൂർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. 80-ൽ പരം വിവിധ ചായരുചികൾ നൽകി ജനശ്രദ്ധ ആകർഷിച്ച സജീഷേട്ടന്റെ ചായക്കടയുടെ മുകളിലാണ് നാടക പട്ടറെ എന്ന പേരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് ഡയറക്ടർ സജീഷ് ചന്ദ്രൻ സ്വാഗതവും തുളസി നന്ദിയും പറഞ്ഞു. ക്യാമ്പിന് ഘനശ്യാം, ഹിഭാഷ, ഇവാൻ, സ്വാതിക്, നിഷാദ്, അഭിജിത്ത്, ഗോഡ്വിൻ, ആദിഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 104 വിദ്യാലയങ്ങളിൽ ലഹരിക്കെതിരെ പുസ്തക ചങ്ങാത്ത പദ്ധതി വഴി 5000-ഓളം പുസ്തകങ്ങൾ സൗജന്യമായി വിതരണം ചെയ്ത് ശ്രദ്ധേയനായ സ്റ്റൈജു മാസ്റ്റർ തന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം നീക്കിവെച്ചാണ് ഇത്തരം പരിപാടികൾക്ക് പണം കണ്ടെത്തുന്നത്. ലഹരിക്കെതിരെ വേറിട്ട പദ്ധതികൾ വഴി വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം നടത്തുന്ന അധ്യാപകനായ സ്റ്റൈജു 24 കേരള ബറ്റാലിയനിലെ മേജർ റാങ്കിലുള്ള അസോസിയേറ്റ് NCC ഓഫീസർ കൂടിയാണ്. കുന്നംകുളം റോയൽ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ ഗുണനിലവാരവും രോഗി സുരക്ഷയും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല നടത്തി. ദയ ഹോസ്പിറ്റൽ കുന്നംകുളം സെന്റർ ഹെഡ് സേതുരാജ് ആമുഖ പ്രഭാഷണം നടത്തി. പേഷ്യന്റ് സേഫ്റ്റി ഓഫീസർ നിമ്മി ജോസ്, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ അനുജോയ്, ക്വാളിറ്റി എക്സിക്യൂട്ടീവ് PM അഞ്ജലി, ക്വാളിറ്റി എക്സിക്യൂട്ടീവ് ഡോക്ടർ മേഘ്ന നകുലൻ, ക്ലിനിക്കൽ മൈക്രോബയോളജിസ്റ്റുമാരായ ഡോക്ടർ P കാവ്യ, ഡോക്ടർ
നികിത സി വേദ്, ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു സെബാസ്റ്റ്യൻ, നഴ്സിംഗ് സൂപ്രണ്ട് റോസ്ലി ജോൺ, ക്ലിനിക്കൽ ഫാർമസി അസിസ്റ്റന്റ് മാനേജർ ഡോക്ടർ മഹേറ മൈദീൻ, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ഡോക്ടർ സ്നേഹ സന്തോഷ് എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വികസന കർഷക വകുപ്പിന്റെ കേരഗ്രാമം പദ്ധതിക്ക് കാട്ടകമ്പൽ പഞ്ചായത്തിൽ തുടക്കമായി. കേരകൃഷിയുടെ സമഗ്ര വികസനത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയിലൂടെ പഞ്ചായത്തിലെ 100 ഹെക്ടർ സ്ഥലത്തെ 10,000-ലധികം കേരവൃക്ഷങ്ങൾക്കാണ് ഇതിലൂടെ ആനുകൂല്യം ലഭിക്കുന്നത്. ജില്ലയിലെ തെരഞ്ഞെടുത്ത 8 പഞ്ചായത്തുകളിലൊന്നാണ് കാട്ടകമ്പൽ. പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ മഹാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കേരഗ്രാമം പദ്ധതി AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി കൃഷി ഡയറക്ടർ അനില മാത്യു പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ NK ഹരിദാസൻ, TS മണികണ്ഠൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മിൻജോ റെനി, ഷീജ സുഗതൻ, ബിന്ദു മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിന് കൃഷി ഓഫീസർ അനൂപ് വിജയൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് M ജ്യോതി നന്ദിയും പറഞ്ഞു. കേര കർഷകർക്ക് സബ്സിഡി നിരക്കിൽ തെങ്ങുകയറ്റ യന്ത്രത്തിന്റെ വിതരണവും ഉണ്ടായിരുന്നു. സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ സാമൂഹ്യശാസ്ത്രമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗം മലയാളം പ്രസംഗത്തിൽ A ഗ്രേഡ് നേടി ഹൃതിക ധനഞ്ജയ്. മമ്യൂർ LFCGHSSലെ +1 വിദ്യാർത്ഥിനിയാണ് ഹൃതിക. ചാവക്കാട് മണത്തല ബേബി റോഡ്, ആലുങ്ങൽ ധനഞ്ജയൻ, തളിക്കുളം ടാഗോർ സ്കൂൾ അധ്യാപിക KS സുരഭി എന്നിവരുടെ മകളാണ്. സുന്നി യുവജന സംഘം കുന്നംകുളം സോൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച സ്നേഹലോകം എന്ന പേരിൽ കേച്ചേരിയിൽ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9-ന് സ്വാഗത സംഘം ചെയർമാൻ ജമാൽ ഹാജി പതാക ഉയർത്തുന്നതോടെ ചടങ്ങിന് തുടക്കമാകും. രജിസ്ട്രേഷന് ശേഷം മൗലിദ് പാരായണത്തിന് മൊയ്നുദ്ദീൻ നൈമി നേതൃത്വം നൽകും. സയ്യിദ് SMK മഹ്മൂദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാർത്ഥനയ്ക്കു ശേഷം നടക്കുന്ന ചടങ്ങ് സുന്നി യുവജന സംഘം കേരള സെക്രട്ടറി MM ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്യും. സലാം സഖാഫി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മതനേതാക്കളും സംഘടനാ ഭാരവാഹികളും പങ്കെടുക്കും. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ സിറാജുദ്ദീൻ സഖാഫി കയ്പമംഗലം, മുസ്തഫ എറക്കൽ, അബ്ദുൾ ബാരി സിദ്ദിഖി കടുങ്ങപുരം, അനസ് അമാനി പുഷ്പശ്ശേരി, മജീദ് അറിയല്ലൂർ, ഇല്യാ സഖാഫി കൂമണ്ണ, ശ്രീചിത്രൻ, ജുനൈദ് വരന്തരപ്പിള്ളി എന്നിവർ പ്രഭാഷണം നടത്തും. വൈകിട്ട് 6:30-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ നൌഫൽ സഖാഫി കളസ സ്നേഹപ്രഭാഷണം നടത്തും. സയ്യിദ് തഖ്യുദ്ദീൻ അഹ്സനി അധ്യക്ഷനാകും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ സയ്യിദ് തഖ്യുദ്ദീൻ തങ്ങൾ, ER ജമാലുദ്ദീൻ ഹാജി, അബ്ദുൽ സലാം സഖാഫി, PS ഷബീർ, ഇർഷാദ് ഒറ്റപ്പിലാവ് എന്നിവർ പങ്കെടുത്തു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിൽ KSEBയുടെ സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചു. പഴഞ്ഞി KSEB സെക്ഷന് കീഴിൽ ആദ്യമായിട്ടാണ് സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചത്. റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് മീറ്റർ സ്ഥാപിച്ചിട്ടുള്ളത്. KSEB സീനിയർ സൂപ്രണ്ട് NK സുധാകരൻ മീറ്ററിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. ആദ്യം സർക്കാർ സ്ഥാപനങ്ങളിലാണ് KSEBയുടെ സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങൾ നവംബർ 30-ന് മുൻപായിട്ട് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുകയാണ്. സ്മാർട്ട് മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബില്ല് അടിക്കുന്നതിന് പകരമായിട്ട് ഇതിലേക്ക് മൊബൈലിൽ റീചാർജ് ചെയ്യുന്ന പോലെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. പ്രീപെയ്ഡും ഉണ്ട്, പോസ്റ്റ് പെയ്ഡും ഉണ്ട്. ആദ്യ ഘട്ടത്തിൽ സർക്കാർ ഓഫീസുകളെയാണ് നമ്മൾ സ്മാർട്ട് മീറ്ററുകളാക്കുന്നത്. പഴഞ്ഞി KSEB ഓഫീസിന് കീഴിലുള്ള പഴഞ്ഞി സ്കൂളിലാണ് ആദ്യമായി നമ്മൾ 3 ഫേസ് സ്മാർട്ട് മീറ്റർ പിടിപ്പിക്കുന്നത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെയും റോയൽ ഡെന്റൽ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ 1ാം ശ്രാദ്ധത്തിന്റെ സ്മരണാർത്ഥം സൗജന്യ ദന്ത പരിശോധനാ ക്യാമ്പ് ഞായറാഴ്ച നടക്കും. പള്ളി അങ്കണത്തിൽ ഞായറാഴ്ച രാവിലെ 11 മുതൽ 1 മണി വരെ ക്യാമ്പ് നടക്കും. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സൗജന്യ ഡെന്റൽ പരിശോധനയും ബോധവൽക്കരണ ക്ലാസും ഉണ്ടാകും. ക്യാമ്പിന് വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും.
ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച നേട്ടം സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിലാണ് ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. 57 പോയിന്റോടെ LP ജനറൽ വിഭാഗം 2ാം സ്ഥാനമാണ് സ്കൂൾ നേടിയത്. കഴിഞ്ഞ 2 വർഷങ്ങളിലെ കലോത്സവത്തിൽ 3ാം സ്ഥാനം നേടിയ സ്കൂൾ ഇത്തവണ 2ാം സ്ഥാനത്തേക്ക് എത്തി നില മെച്ചപ്പെടുത്തുകയായിരുന്നു. പുന്ന കോൺഗ്രസ് 10ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടത്തി. ചാവക്കാട് മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. ഹക്കീം ഇംബാറക് അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് KV സത്താർ, ജമാൽ താമരത്ത്, KS സന്ദീപ്, ഷാഹിദ മുഹമ്മദ്, സക്കീർ കരിക്കയിൽ, PA നാസർ എന്നിവർ സംസാരിച്ചു. പ്രസാദ് പോൾ സ്വാഗതവും ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പാവറട്ടി ഇടവകാംഗമായ ഫാദർ ഡൺസ്റ്റൺ ഒലക്കെങ്കിൽ അനുസ്മരണം സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ സമുചിതമായി ആചരിച്ചു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു. റാഫി നീലങ്കാവിൽ സംവിധാനം ചെയ്ത സത്യവഴിയിലെ നിത്യസഞ്ചാരി എന്ന വെബ് സീരീസ് പ്രകാശനവും റക്ടർ നിർവഹിച്ചു. ഫാദർ പോളി പയ്യപ്പിള്ളി, ഫാദർ ഫ്രാൻസിസ് കാണിച്ചിക്കാട്ടിൽ, ഫാദർ ജോൺ മരിയ വിയാനി, KA ജോസൻ, AL കുര്യാക്കോസ്, റാഫി നീലങ്കാവിൽ, ബോസ്കോ ഒലക്കെങ്കിൽ എന്നിവർ സംസാരിച്ചു. രാവിലെ നടന്ന സമൂഹ ബലിയിൽ കോയമ്പത്തൂർ പ്രൊവിൻഷ്യൽ ഫാദർ സജു ചക്കാലക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ദിവംഗതനായ ഫാദർ ഡൺസ്റ്റൺ ഒലക്കെങ്കിലിനെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പരുമല തിരുമേനിയുടെ 123ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് മരത്തങ്കോട് മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ LP സ്കൂളിൽ അനുസ്മരണ സമ്മേളനം നടത്തി. ഫാദർ ജോൺ ഉറുമ്പിൽ എപ്പിസ്കോപ്പ മുഖ്യാതിഥിയായി. മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി വികാരി ഫാദർ സക്കറിയ കൊള്ളന്നൂർ, ഫാദർ യാക്കോബ് പ്രിൻസ്, സ്കൂൾ പ്രധാനാധ്യാപിക ഹെൽജി C അബ്രഹാം, സ്കൂൾ മാനേജർ ഇട്ടൂബ് CC, മുൻ മാനേജർ എഡ്വി സക്കറിയ, MGM എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി ബാബു CK, PTA വൈസ് പ്രസിഡന്റ് രഞ്ജു താരു, MGM എഡ്യൂക്കേഷണൽ സൊസൈറ്റി അംഗങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,185 രൂപ, പവന് 89,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 160 രൂപ. ചർമ്മം വാഗ AKG നഗർ കൂളിയാട്ട് ശങ്കരക്കുട്ടി ഭാര്യ തങ്കമണി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുന്നംകുളം കക്കാട് യേശുദാസ് റോഡിൽ ഓടാട്ട് പരേതനായ അപ്പു മകൻ വേലായുധൻ നിര്യാതനായി. 95 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മോഹിനി ഭാര്യയും സജീവ്, രജനി, അജിത എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി അയ്യപ്പൻകാവ് പരിസരത്ത് താമസിക്കുന്ന മരുതങ്ങാട്ട് അച്യുതൻ നായർ നിര്യാതനായി. 84 വയസ്സായിരുന്നു. റിട്ടയേർഡ് ഫുഡ് ഇൻസ്പെക്ടറായിരുന്നു പരേതൻ. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10-ന് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടക്കും. സുമ, സുഭാഷ്, സ്വപ്ന എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വനം, ഭൂമി, മലയോര പ്രദേശങ്ങളിലെ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് പട്ടയം നൽകുവാനുള്ള നടപടികൾക്ക് തുടക്കമായതായി റവന്യൂ മന്ത്രി K രാജൻ. തയ്യൂർ കിരാലൂർ ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ മന്ത്രി നിർവഹിച്ചു. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് ഗുരുവായൂർ ക്ഷേത്രനടയിൽ വീഡിയോ ചിത്രീകരിച്ചെന്ന പരാതിയിൽ ചിത്രകാരി ജസ്ന സലീമിനും മറ്റൊരു വ്ളോഗർക്കുമെതിരെ ടെമ്പിൾ പോലീസ് കേസെടുത്തു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിന്റെ പരാതിയിലാണ് നടപടി. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരിയായ മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസ്. മുംബൈയിൽ നിന്നും അറസ്റ്റിലായ പ്രതി പ്രഗിലേഷിനെ ഗുരുവായൂരിൽ എത്തിച്ചു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതി വിവേകിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ്. എരുമപ്പെട്ടി മങ്ങാട് ഓട്ടോറിക്ഷയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച അപകടം. 47 ദിവസം പ്രായമുള്ള കുഞ്ഞടക്കം 6 പേർക്ക് പരിക്കേറ്റു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
എയ്യാൽ അന്തിക്കാട് ഇട്ടൂപ്പ് മകൻ ജോബിന്റെ 9ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതിന്റെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.